അടിപൊളി പൗച്ച് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നിങ്ങളൊരു ഗിൽറ്റർ ഷീറ്റ് എടുക്കുക. ഗിൽറ്റർ ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഗിൽറ്റർ ഷീറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതിന് മാച്ച് ആയിട്ടുള്ള തന്നെ സിബ് എടുക്കുക. സിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ അത് ഒട്ടിച്ച് കൊടുക്കുക. രണ്ട് സൈഡ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നല്ല നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. ഏതായാലും നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലും താഴെയും ഞാൻ പറയുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോട്ടോ. ഇത് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൗച്ചാണ്. സിബിന് 5 രൂപയും ഗിൽറ്റർ ഷീറ്റിന് 5 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ 10 രൂപ ആയിട്ടുള്ളൂ. നിങ്ങളൊരു പൗച്ച് ഇത് കൊട്ട് നല്ല രസമുള്ളൊരു പൗച്ച് ഉറപ്പായിട്ടും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 30-35 രൂപ ഏതായാലും ആവും. അപ്പോൾ എല്ലാവരും ഇത് സ്കൂൾ റീഓപ്പൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ കൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ. പക്ഷെ ഫെവിക്കോളും കൊണ്ട് നടക്കില്ലേ. ആ സിബിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് നിൽക്കുവേ. സോറി കേട്ടോ, ഈ പ്രാവശ്യം വോയിസ് ഓവർ കൊടുത്ത അത്ര ശരിയായില്ല. ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയേ, ഒന്ന് ക്ഷമിക്കുക. ഇപ്പം ചെയ്തേക്കുന്ന പോലെ 4 സൈഡ് നിങ്ങൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ പൗച്ചൊന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഞാൻ ഏതായാലും കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നിങ്ങൾ ആ ഗ്രീൻ പൗച്ചിൽ നിന്ന് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണേ. ഞാനത് കട്ട് ചെയ്യാൻ മറന്നുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗോൾഡൻ കളർ സ്ട്രിപ്പ് ഞാൻ വേറെ ഗിൽറ്റർ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേ. ഇത് എത്ര പേന വേണേലും കൊള്ളും, അത്ര സ്പേസ് ഉള്ളതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.